പഞ്ചായത്ത് വിഭജന നടപടികൾ പൂർത്തിയാകും വരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. കമ്മീഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. അതേസമയം സർക്കാർ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്താനിരുന്ന വാർത്താസമ്മേളനം നിയമോപദേശത്തെ തുടർന്ന് മാറ്റി. ഡിസംബർ 1 പുതിയ ഭരണസമിതികൾ അധികാരമേറ്റെടുക്കും വിധം തെരഞ്ഞെടുപ്പ് പുനഃക്രമീകരിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായത്. ഇക്കാര്യം പുനർവിഭജന കേസുകളിലെ അന്തിമവാദം ആരംഭിക്കുന്ന സെപ്റ്റംബർ 3 ഹൈക്കോടതിയെ അറിയിക്കും. ഒക്ടോബറിന് പകരം നവംബറിലായിരിക്കും ഇതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായി രൂക്ഷമായ വിമർശനവും യോഗത്തിൽ ഉയർന്നു. കമ്മീഷണറുടെ നിലപാടുകൾ ദുരൂഹമാണെന്ന് ലീഗ് മന്ത്രിമാർ ആരോപിച്ചു. കമ്മീഷൻ അനാവശ്യമായ പിടിവാശി കാട്ടുകയാണെന്നും മന്ത്രിമാർ പറഞ്ഞു. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കമ്മീഷണറെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് നടത്താനാവാത്ത കമ്മീഷണറായി മാറുമെന്നായിരുന്നു ഭീഷണി. അതിന് താൻ തയ്യാറാണെന്നായിരുന്നു കമ്മീഷണറുടെ മറുപടി. അതിനിടെ സർക്കാരിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്ക് വിശദീകരണം നൽകാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തെങ്കിലും പിന്നീട് റദ്ദാക്കി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. 28 പുതിയ നഗരസഭകളെ കൂടി ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ ചൊല്ലി സർക്കാരും കമ്മീഷനും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.